തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ പെരുവന്താനം മണ്ഡലം കൺവെൻഷനും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് മൊമെന്റോയും നൽകി ആദരിച്ചു. മാർച്ച് 30 മുമ്പ് തൊഴിലാളികളുടെ കുടിശ്ശിക തീർത്ത് ശമ്പളം നൽകിയില്ല എങ്കിൽ പ്രത്യക്ഷ സമരം നടത്തുവാനും യോഗം തീരുമാനിച്ചു. അങ്ങനെ പച്ചയ്ക്ക് മനുഷ്യനെ കൊളുത്തുന്ന തീവർത്തുന്ന സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാർ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ന്യായമായ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനെതിരായുള്ള ശക്തമായ പ്രചരണം, ശക്തമായ ജനകീയ പ്രതിരോധം ഈ നാട്ടിൽ ഉയർന്നു വരണം. പിണറായി വിജയനെ പോലെ ഒരു കുടുംബത്തിന് വേണ്ടി കൊള്ളയടിക്കുന്ന ഒരു കുടുംബം, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, മരുമകന് വേണ്ടി കൊള്ളയടിച്ച് സ്വന്തം കീശ മാത്രം വീർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരെ, ഈ നാട്ടിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും കഴിഞ്ഞ 3 മാസമായി ശമ്പളം നൽകാതെ ഈ നാട്ടിലെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായുള്ള ആ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരുമ്പോ ആ പ്രതിഷേധത്തിൽ പങ്കാളികളാകുവാൻ, ആ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായുള്ള ശക്തമായ സമരത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം. TB മുക്ത പഞ്ചായത്തായി അംഗീകാരം ലഭിച്ച പെരുവന്താനം പഞ്ചായത്തിന് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീനെ മൊമെന്റോ നൽകി ആദരിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് KR വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. INTUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. VC ജോസഫ് വെട്ടിക്കാട്ട് സ്വാഗതം ആശംസിച്ചു. PR അയ്യപ്പൻ, ജോർജ് കൂറുംപുറം, KS സിദ്ദിഖ്, ബെന്നി പെരുവന്താനം, TN മധുസൂദനൻ, ജോൺ B തോമസ്, ഷിനോജ് ജേക്കബ്, നിജിനി ഷംസുദ്ദീൻ, KK ജനാർദ്ദനൻ, ശരത് ഒറ്റപ്ലാക്കൽ, KN രാമദാസ്, ബൈജു ER, ഷാജി പുല്ലാട്ട്, ഡൊമിന സജി, എബിൻ കുഴുവേലിൽ, ജോയി മാങ്കൂട്ടത്തിൽ, മിനി ഗംഗാധരൻ, സെയ്ദ് മുഹമ്മദ്, ഷീബ ബിനോയ്, സിജി എബ്രഹാം, തൗഫീഖ് ഖാൻ, ശാന്തമ്മ വരവനാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.